നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ 5 അംഗ സംഘം മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കരാർ തൊഴിലാളികൾ സംഘടിച്ചു പ്രതിഷേധിച്ചു. ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം പാതയോരത്ത് കെട്ടിക്കിടന്ന ചെളിയിൽ നിരവധി കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരും തെന്നി വീണ സംഭവത്തിനെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു. 5 അംഗ സംഘം അശോക് ബിൽകോൺ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ മർദ്ദിച്ചതായി പരാതി ഉയർന്നത്. വാർത്തകൾ വിശദമായി. काम से नेक्स्ट आगे की तरफ जा रहा था, इधर में सब पब्लिक लोकल वाला पकड़ के मुझे धक्का दिया, मेरा जैकेट वैकेट फाड़ के रोड पे फेंका, मुझे भी गिराने का कोशिश किया। मैं जैसे तैसे संभला, फिर पीछे से 4-5 लोग मेरे को मारा है, मुक्का से मारा, तब से स्टमक पेन भी हो रहा है। फिर स्टाफ मेरा आया तब कुछ लोग छोड़ छाड़ के भागा है। चंडीरूर गवर्नमेंट स्कूल है, हम लोग यहाँ का पब्लिक का जो भी डिमांड है हम लोग पूरा करके दिया। आज थोड़ा सा एक्सीडेंट की वजह से हम लोग का इंजीनियर को ये लोग मार रहा है, ये गलत है ना। അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ കരാർ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ 5 അംഗ സംഘം മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കരാർ കമ്പനി തൊഴിലാളികൾ സംഘടിച്ചു പ്രതിഷേധിച്ചു. ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം പാതയോരത്ത് കെട്ടിക്കിടന്ന ചെളിയിൽ നിരവധി കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരും തെന്നി വീണ സംഭവത്തിനെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു. 5 അംഗ സംഘം അശോക് ബിൽകോൺ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ മർദ്ദിച്ചതായി പരാതി വന്നത്. 4 മണിയോടുകൂടി ഞാനിവിടെ ഇതിൽ പോയിരുന്നു. അപ്പോൾ ഈ ചെള്ളയുടെ ട്രിപ്പ് എൻ്റെ വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ സ്ലിപ്പായി വീടുകയാണ് ചെയ്തത്. എൻ്റെ മുട്ടും എൻ്റെ മേലുണ്ട് ഇതല്ല. ഉത്തർപ്രദേശുകാരനായ 30 വയസ്സുകാരൻ സതീഷിനാണ് മർദ്ദനമേറ്റത്. മർദ്ദന വിവരമറിഞ്ഞ ഉടൻ അശോക് ബിൽകോൺ കമ്പനിയുടെ തൊഴിലാളികൾ സംഘടിച്ച സ്ഥലത്തെത്തി പോലീസിന് പരാതി നൽകി. നിയമപരമായിട്ട് ഏത് രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും നാട്ടുകാർക്കായാലും കമ്പനിക്കും പോവാം. പക്ഷേ ഒരാളെ കൈ വെക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. പിന്നെ ഈ കേസിന്റെ അവർ വർക്ക് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ പലയിടത്തും ഭീഷണി കാരണമുണ്ട്. അങ്ങനെ പോയി നമ്മുടെ 10-60 സ്റ്റാഫ് പോയിട്ടുണ്ട്, ലേബർ പോയിട്ടുണ്ട്. നമ്മുടെ അറ്റൻഡൻസ് റേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വരുക സ്റ്റാഫ് പോവാണ്, വർക്കേഴ്സ് വരുക പോവാണ്. അപ്പോൾ അവർക്ക് എന്താണ് പ്രൊട്ടക്ഷൻ എന്നുള്ളതുണ്ട്. അവർ ചോദിച്ച് ഇപ്പം അവർ ഒരു സംഭവം ഇത്രയും ആൾക്കാർ വണ്ടി അവർ പറയുന്നത് അവിടുന്ന് തുറവൂർ തൊട്ട് ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുത്തേ പറ്റും. ഇത്രയും പേര് അത് ഇവിടെ നമ്മുടെ സ്റ്റാഫുകൾ അവിടെ കോമൺ പീപ്പിളാണ്. രണ്ടുപേരും ഈ ഓപ്പോസിറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് അതിനുള്ള ഷൂരിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ നടപടി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ അവരതാണ് ചോദിക്കുന്നത്. അവർക്ക് എന്താണ് നമുക്ക് നടപടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പരാതി തന്നെ നടപടി ഉണ്ടാക്കിയാൽ അവർക്കതിന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അതിലൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ ഇന്ന് എല്ലാവരും ഈ ഓപ്പോസിറ്റ് നിന്നുകൊണ്ടുള്ള പ്രതിഷേധം നല്ല കാര്യമല്ല. ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവാൻ ഏറ്റവും മൈനോട്ട് കാര്യം മതി. ഓക്കെ നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് കാലതാമസമുണ്ട്. ഇപ്പം നിസ്സാരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പരിഹരിക്കാൻ തയ്യാറാണ്. അവർ വരാൻ തയ്യാറാണ്. നിങ്ങളങ്ങോട്ട് വന്നാൽ മതി. പക്ഷേ അതല്ലാതെ നമ്മൾ വയലന്റ് ആക്കിയിട്ട് അതാണ് പറഞ്ഞത്. ഇവരെ പണിസ്ഥലത്തേക്ക് പറഞ്ഞു വിടൂ. നമുക്ക് ആ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാം. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ അയാളുടെ ഭാഗം നിങ്ങൾ കേൾക്കണ്ടേ? അല്ല, അവിടെ എല്ലാവരുടെയും ഭാഗം കേൾക്കാം. എല്ലാവരുടെയും ഭാഗം കേൾക്കാൻ തയ്യാറാണ്. ജനകീയ സമിതി ആയാലും പഞ്ചായത്തായാലും എല്ലാവരുടെയും ഭാഗങ്ങൾ കേട്ടോണ്ടാകും. ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേഷനോട് നിങ്ങൾ कोई मारा है तो लीगली एक्शन करेगा, केस डालेगा. हमारे वजह से लीगल एक्शन तो एफआईआर रजिस्टर करने के लिए बाद उसको अरेस्ट करना. പോലീസിനോടൊപ്പം ജനവും തടിച്ചുകൂടി. പ്രദേശം സംഘർഷഭരിതമായി. മർദ്ദിച്ചവർ സ്ഥലം വിട്ടുപോയി എന്നാണ് അറിയുന്നത്.
കമ്പനി പ്രതിനിധികളുടെ പരാതിയിൽ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാമെന്ന് പോലീസ് അറിയിച്ചതോടെ സംഘർഷം ഒഴിവായി. കരാർ കമ്പനി താൽക്കാലികമായി ഉയരപ്പാത നിർമ്മാണം നിർത്തിവെക്കുമെന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ ഉയരപ്പാതയ്ക്കായി കുഴിക്കുമ്പോൾ പുറത്തുവരുന്ന ചെളിയും ഗ്രീസും അടങ്ങിയ ദ്രാവകം ലോറിയിൽ കയറ്റി പോകുമ്പോൾ പാതയോരത്ത് വീണാണ് ജനങ്ങൾ തെന്നി വീഴുന്നത് എന്ന പരാതിയും നിലനിൽക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും, പക്ഷേ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായി. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നല്ലേ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇവിടെ യെല്ലോ അലർട്ടാണ്, നിങ്ങൾ അത് മനസ്സിലാക്കില്ല. അത് നിങ്ങൾ കാണാത്തതാണോ? ഇവിടെ എന്ന് പണി കഴിച്ച് ബ്ലോക്ക് വന്നു, അന്ന് മുതൽ യെല്ലോ അലർട്ടാണ്. ഇവിടെ മൊത്തം വാട്ടർ ലോക്കിംഗ് ഏരിയ ആണ്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.